പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം ഇവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, കാണാനായി വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ നിലവിലത്തെ ഒരു സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന, അതായത് കാസർഗോഡ് മുതൽ അങ്ങോട്ടുള്ള ആളുകളുടെ, മലപ്പുറവും കാസർഗോഡും ഒക്കെ വിജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മനസ്സിലാകും വർഗീയത അല്ലെങ്കിൽ അതിൻ്റെ മതപരമായ ഇടപെടൽ എന്താണ് എന്ന് മനസ്സിലാകുമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നു. പിന്നീട് അത് ഇന്നിപ്പോൾ അതിന് നിരുപാധികം തിരുത്തി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് അപക്വമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? സജി ചെറിയാനത് അദ്ദേഹത്തിനാവുന്ന പോലെ തിരുത്തി പറഞ്ഞാൽ നന്നായി. മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അതേപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സജി ചെറിയാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. SFI ഉണ്ടായിരുന്നു, DYFL ഉണ്ടായിരുന്നു, പിന്നെ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു കുറച്ചു കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അവരെടുത്തിട്ടുണ്ടല്ലോ, പിന്നെ മിനിസ്റ്ററുമാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യകാലം, ദീർഘമായ കാലം അറിയാം. എല്ലായ്പ്പോഴും സജി ചെറിയാൻ ആ ചെങ്ങന്നൂർ പോലുള്ള ഒരു തിരുവിതാംകൂറിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ മുൻതൂക്കം വലതുപക്ഷത്തിനുള്ള ഒരു പ്രദേശമാണത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അവിടെ ഇലക്ഷൻ നമ്മൾ ജയിച്ചാലും അവിടെ ആശയപരമായ മുൻതൂക്കം വലതുപക്ഷത്തിലുണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ. നമ്മൾ ജയിച്ചു വരുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനവും സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതയിലെ കൊണ്ടാണ്. എപ്പോഴും സജി ചെറിയാനെ, ശശിചന്ദ്രൻ്റെ മാത്രമല്ല, നാസറായാലും ആരായാലും ഇവരെല്ലാം തന്നെ ഇന്നത്തെ ലീഡേഴ്സ് മൊത്തം എല്ലാ തരത്തിലും അവരോടൊപ്പം നിന്ന് സഹായിച്ച്, അവരെ എൻ്റെ ജൂനിയേഴ്സായിരുന്ന കാലത്ത് അവരുടെ പാർട്ടി ഫ്രാക്ചറുകളിലും കമ്മിറ്റികളിലും ഒക്കെ പങ്കെടുത്ത് ഇവരെല്ലാം പാർട്ടിയുടെ ശരിയായ രീതികളിൽ ഞങ്ങളെല്ലാം ഉയർന്നു വരുന്നതിന് നേതൃത്വപരമായി പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സജി ചെറിയാനെ പറ്റി എനിക്ക് വേറൊന്നും പറയാനില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പം എല്ലാവരും പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിച്ചല്ലോ, അത് കണ്ടല്ലോ, അദ്ദേഹം അതിന് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേപോലെ കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേ പ്രസ്താവനയിൽ തന്നെയാണ് AK ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കളിൽ നിന്നും വരുന്നത്. AK ബാലനെ പറ്റി ഒന്നും പറയാൻ ഞാനാണല്ല. അദ്ദേഹം എന്നോടൊപ്പം ഗവൺമെൻറ് ഇരുന്ന ആളാണ്. ഞാൻ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം SFIയുടെ മലബാർ ഭാഗത്തെ പ്രവർത്തകനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാൻ മുകളിലോട്ട് പോയില്ല. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് തന്നെ എനിക്ക് ഒന്നിലേറെ തവണ സ്റ്റേറ്റ് സെക്രട്ടറി ഇരിക്കാൻ നിർദ്ദേശം വന്നെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം നിരസിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി. അങ്ങനെ ബാലനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കായംകുളമടക്കമുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ്റെയൊക്കെ പേര് വളരെ സജീവമായി കേൾക്കുന്നു. BJP ഇത്തവണ ഒരു വ്യക്തമായ റിസൾട്ട് അവർക്കുണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നു. ദീർഘകാല രാഷ്ട്രീയ പരിചയം വെച്ചിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? അല്ല, BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കേരളത്തിൽ 15% ഉണ്ടെന്നാണ് പറയുന്നത് ടോട്ടൽ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ. ചിലയിടത്തൊക്കെ അത് 40-30 ഒക്കെ ചില മണ്ഡലങ്ങൾ ആവറേജ് വരുമ്പോൾ 15 തോന്നുന്നു. അവർക്ക് പണ്ട് 2% ഉള്ളായിരുന്നു ജനസംഘമായിരിക്കുമ്പോൾ. പിന്നെ 9, 10, 12, ഇപ്പോൾ 15 എന്ന് പറയുന്നു. അതങ്ങനെ അവർ ഒരു പരിധിയിൽ അവർ കുറച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എതിരാളിയുടെ ശക്തി അറിഞ്ഞ് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുക. അറിയാതെ അവരൊന്നുമില്ല, നിസ്സാരമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വയം പോയി കുഴിച്ചാണ്. എതിരാളിയുടെ ശക്തി അറിഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ യുദ്ധതന്ത്രം. അല്ലാതെ നിങ്ങൾ പിടിച്ചു പറയാൻ. പിന്നെ നമ്മൾ ദേശീയ തലത്തിൽ ഗവൺമെൻറ് ഇരിക്കുകയല്ലേ, അതിൻ്റെ ഒരു 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 എന്താ ഒരു ഇതുണ്ടല്ലോ. അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയോട് ചേർന്ന് നിന്നാൽ ഉണ്ടാകുന്ന ചില ബെനിഫിറ്റുകളെ പറ്റി ചിന്തിക്കുന്ന ചില വിഭാഗങ്ങളാണ്. അവരൊക്കെ അവിടെ പോകുന്നുണ്ടാവും. ഇതെല്ലാം ഉണ്ടായിട്ടും CPIM അവിടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുകയല്ലേ കേരളത്തിൽ. ആ CPMൻ്റെ വർഗ രാഷ്ട്രീയവും ശരിയായ അടവ് നയവും ത്യാഗപൂർവ്വം പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കേഡർമാരുടെ പ്രയത്നവും കൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ ശരിയായ നയവും അടവ് നയവും പരിപാടിയും. അപ്പോൾ അതുകൊണ്ട് BJPയെ കേരളത്തിൽ തടഞ്ഞു നിർത്താൻ CPMന് മാത്രമേ കഴിയൂ. ആ വിശ്വാസം ജനങ്ങൾ വീണ്ടും അർപ്പിക്കുമെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ സാധ്യതകൾ നമ്മളായിട്ട് കളയരുത്. കഴിഞ്ഞ മിനിസ്ട്രിയിലുള്ള പലരുടെയും പേരുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കേൾക്കുന്നുണ്ട്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കേൾക്കുന്നു. സുരേഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ
പാർലമെൻറ്റ് രംഗത്തുണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ വീണ്ടും കേൾക്കുന്നു. ഇവരൊക്കെ ടൈം വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ടവരുമൊക്കെയാണ്. അതിപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. അത് മാധ്യമങ്ങളുള്ളതല്ലാതെ എനിക്കതേപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. പൈസക്കനോട് ചോദിച്ചാൽ അയാൾ സ്റ്റേറ്റ് സെക്രട്ടറിയിലുണ്ടല്ലോ. ഈ ടൈം വ്യവസ്ഥ എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഈ പ്രായപരിധി എന്നുള്ളതിന് അപ്പുറത്തേക്ക് ജയസാധ്യത, ജനകീയത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അത് ജയസാധ്യത നോക്കിയിട്ടാണ് മുമ്പ് സ്ഥാനാർത്ഥികളെ നടത്തുന്നത്. മിക്കവാറും 99% അങ്ങനെ. അതിന് അപൂർവം അല്ലാതെ വന്ന് തോറ്റു പോയിട്ടുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കും. തോക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി ആരെങ്കിലും നിർത്തുമോ? എനിക്ക് ഇഷ്ടക്കാരനാണ്, അതുകൊണ്ട് ഞാൻ ഇന്നാലെ നിർത്തിക്കളയാം എന്ന് ഒരാൾ ശുപാർശ ചെയ്താൽ പാർട്ടിക്ക് പരാജയം സംഭവിച്ചാൽ അയാൾ ആ പരാജയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ആയില്ല. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിലാകെ നോക്കുമ്പോൾ CPM കിട്ടുന്ന എത്ര 100 സീറ്റോ വട്ടവർ ടേസ്റ്റ്, ആ സീറ്റുകൾ മുഴുവൻ 100 സീറ്റ് അല്ലാതെ കൂടുതൽ ഞങ്ങൾക്ക് മത്സരിക്കേണ്ടി വരും. അതിലേറ്റവും യോഗ്യരായ സഖാക്കളെ അതാത് മണ്ഡലങ്ങളിൽ നിന്നോ അല്ല അടുത്ത മണ്ഡലത്തിൽ നിന്നോ അല്ല കേരളത്തിൽ എവിടെ നിന്നോ ആരാണോ ആ മണ്ഡലത്തിൽ സ്വീകാര്യരാകുന്നത് ജയിച്ചു വരാൻ സാധ്യത, അത് കണ്ടുപിടിക്കാനുള്ള മെക്കാനിസമൊക്കെ പാർട്ടിക്കുണ്ടല്ലോ. ആ മെക്കാനിസം അനുസരിച്ച് തന്നെ ആയിരിക്കും 3ാം തവണയും അധികാരത്തിൽ വരണം. അതിനുള്ള സാധ്യതയുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന് പാർട്ടി ആലോചിക്കുമ്പോൾ ഈ സാധ്യതയ്ക്ക് വലിയ മുൻഗണന ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ലക്ഷ്യം നേടത്തില്ലല്ലോ. അത് 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 അവർക്കറിയാവുന്ന എൻ്റെ വിശ്വാസം. അത് ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല, മൊത്തത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത്. സിറ്റിംഗ് MLA കടന്നു വരുന്നു, പുതുതായി പലരും പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നു. അവരുടെ പ്രവർത്തനത്തിൽ പാളിച്ച ഉണ്ടെങ്കിൽ സിറ്റിംഗ് MLA എന്നുള്ള ഒറ്റ പേരിൽ അവർ തുടരേണ്ടതുണ്ടോ? അങ്ങനൊന്നുമില്ല. സിറ്റിംഗ് MLA തുടരണമെന്നൊന്നും ഒരു ചട്ടം ഒരിടത്തുമില്ല. അങ്ങനെ ഉണ്ടായിട്ടുമില്ല. എത്രയോ സിറ്റിംഗ് MLA മാറിയിരിക്കുന്നു. പലതവണ മത്സരിച്ചവരെ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ച് ജയിച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ജയസാധ്യതയും ക്രെഡിബിലിറ്റിയൊക്കെയാണ് പ്രധാനം. അതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തിയാൽ എങ്ങനെ? ഞങ്ങളെ മാറ്റി നിർത്തിയില്ല കഴിഞ്ഞ തവണ. നല്ലൊരു ഭരണം കാഴ്ചവെച്ച ശേഷമല്ല ഞങ്ങളെ മാറ്റി നിർത്തിയത്. ഞങ്ങൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടായോ? ഞാനും കൈവൊക്കെ അംഗീകരിച്ചതല്ലേ. എന്താ ബുദ്ധിമുട്ട്? മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്നതല്ലല്ലോ യഥാർത്ഥത്തിൽ എന്നെ പോലുള്ളവരുടെ സ്വഭാവം. ഇത് തെളിയിച്ചിട്ടുള്ളൊരു കാര്യം. അത് പേരുടെയും ശുപാർശ വേണ്ട. 63 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിലൂടെ അത് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ജി സുധാകരൻ്റെ ഇന്നിങ്സ് ഇതാണ്. ആരെന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കത്തില്ല. അതാ പറഞ്ഞത്, ജി സുധാകരൻ BJPയിലോട്ട് പോക്കും, നിങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പോക്കുമെന്ന് മതി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ പലരും. ആരും അത് അന്വേഷിച്ചില്ലെങ്കിൽ ചെറിയ കാര്യമല്ലല്ലോ അത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ BJPയിലും കോൺഗ്രസിലും ഒക്കെ പോയി പാർട്ടിയെ കുളത്തിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അങ്ങനെ പോസ്റ്റ് എടുത്തുള്ളൂ. അല്ലേ? എല്ലാവരും നിൽക്കട്ടെന്നല്ലേ പറയത്തുള്ളൂ, അല്ലേ? അതല്ലേ നമുക്ക് ആവശ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംസ്കാരം കൂടി കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ കറുത്ത രശ്മികൾ നമ്മുടെ പാർട്ടിക്കകത്ത് വീഴാതെ സൂക്ഷിക്കേണ്ട എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതായത് മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ ജനകീയതയുള്ള ആളുകളെ ഒരിടം മാറ്റി നിർത്തുന്നു. അതിനുശേഷം മറ്റു കുറേ ആളുകൾ പുതുതായി മത്സര രംഗത്തേക്ക് വരുന്നു. പിന്നീട് ഈ ജനകീയ മുഖങ്ങൾ തിരിച്ചു വന്നാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം, അതായത് പാർട്ടിക്കപ്പുറത്തേക്കൊരു ഭയം അവരെ ഭരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സമ്പ്രദായമൊന്നും പാർട്ടിക്കകത്തില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പാർട്ടി എന്ന് തീരുമാനിച്ചോ? ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയാവുന്ന പാർട്ടി തീരുമാനിച്ചിട്ടല്ലേ. ഞാനന്ന് പുതുമുഖമല്ലേ. PK ചന്ദ്രാനന്ദനെ MLA ആയി ഒന്ന് ജയിച്ചു, പിന്നെ തോറ്റു. പക്ഷെ ഭയത്തിന്റെ പേരിൽ തേജോവധം ചെയ്യുന്നത് ശരിയാണോ? അല്ല, അദ്ദേഹം പിന്നെ തോറ്റു അമ്പലപ്പുഴയിൽ. അപ്പോൾ അദ്ദേഹം തോറ്റു കഴിഞ്ഞ് പിന്നെ കുറേ വർഷം കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയാവുന്നത്. 96-ലാണ്. അപ്പോൾ ഞങ്ങൾക്കാർക്കും ഒന്നും തോന്നുന്നില്ല. ഞങ്ങളെല്ലാം താരതമ്യേന 35-36 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യം MLA. അപ്പോഴേ ആയുള്ളൂ. 20 അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ ആയി. ഏറ്റവും പ്രായം കുറഞ്ഞ MLA, ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇങ്ങനെയൊക്കെ വിസ്തരിക്കുന്ന ഈ പത്രപ്രതിനിധികൾ. അതിനൊന്നും ഒരു ആവശ്യമില്ല. പ്രായമെന്ന് ഒരു ഘടകം. എഴുന്നേറ്റ് കണക്കാവും, നന്നായിട്ട് സംസാരിക്കുന്ന ഓർമ്മയുണ്ട്. പാർട്ടിക്കാര്യം പറയാനറിയാം. ജനവിശ്വാസമുണ്ടെങ്കിൽ ചെറുപ്പമായാലും പ്രായമായാലും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. അതൊരു വിവാദ വിഷയമല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും മനപ്രയാസം ഉണ്ടാവേണ്ട ഒന്നുമില്ല. ഈ ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ചെറുപ്പക്കാരെ പരിഗണിക്കുമ്പോൾ അവർ പല കാര്യങ്ങളിലും അവക്കുമായി പെരുമാറുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു KSRTC ബസ് ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു നിർത്തി അവരോട് അധികാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക, കേസിന് ആസ്പദമായ തെളിവുകളില്ല എന്ന് പറയുക, ഇതൊക്കെ ജനം നോക്കിക്കാണുകയല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ? ഇതിനെപ്പറ്റിയൊന്നും ഞാൻ ആലപ്പുഴയിരുന്ന് പറയേണ്ട കാര്യം വേണ്ടത്ത് നടന്ന കാര്യമാണ്. ഞാനതേപ്പറ്റി ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല. അതെല്ലാം പാർട്ടി ഡീൽ ചെയ്ത് കഴിഞ്ഞല്ലോ.
അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കാലം ലക്ഷ്യം വെച്ചാണെങ്കിലും അദ്ദേഹം പുതിയൊരു ചുമതലയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരം ജില്ലാ സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചു എന്ന് പറയുന്നു. എന്തായാലും കാലുമായി ബന്ധപ്പെട്ടുള്ള വിശ്രമത്തിലാണ്. പ്ലാസ്റ്റർ എടുത്തെങ്കിലും വിശ്രമം തുടരുകയാണ്. 3 ആഴ്ചക്കാലം കൂടി ആ വിശ്രമ രംഗത്തുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം സജീവമായി തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളായി ജി സുധാകരനും ആലപ്പുഴയിലേക്ക് എത്തുമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ആശയപരമായി പിന്നോട്ടു പോയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും അദ്ദേഹം സ്വീകരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ മനോജിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.